രാജസ്ഥാനിലെ 2 ഗ്രാമങ്ങളിൽ അജ്ഞാത രോഗം പടരുന്നു. 5 ദിവസത്തിനിടെ 5 കുട്ടികളാണ് മരിച്ചത്. അസുഖത്തിന്റെ കാരണം കണ്ടെത്താൻ ഗ്രാമത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇത്തരത്തിൽ 5 ദിവസത്തിൽ 5 കുഞ്ഞുങ്ങൾ മരിക്കുന്നു. അതൊരു അജ്ഞാത രോഗം എന്ന നിലയിൽ അതിനപ്പുറമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വിവരം ലഭ്യമാണോ? ഏത് തരത്തിലാണ് രാജസ്ഥാനിലെ ആരോഗ്യവകുപ്പ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? കൃഷ്ണ ഗോകുൽ, അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് രാജസ്ഥാൻ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 5 ദിവസത്തിനാണ് ഇടയിലാണ് ഈ 2 ഗ്രാമങ്ങളിലായി 5 കുട്ടികൾ മരിച്ചത്. കൃത്യമായി എന്താണ് ഈ രോഗകാരണമെന്ന് ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. മരിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് കടുത്ത പനിയും ഛർദിയും റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. കൃത്യമായ പരിശോധന ഈ ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട്. രാജസ്ഥാനിലെ ഘാട്ട അതുപോലെ തന്നെ ലാൽപുര ഗ്രാമങ്ങളിലായിരുന്നു ഈ കുട്ടികളുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നിരവധി കുട്ടികൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട്. എന്തായാലും അടിയന്തരമായി ആരോഗ്യ സംഘങ്ങൾ അവിടെ എത്തി വിവിധ തലത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. മുൻപും സമാനമായ രീതിയിലുള്ള കുട്ടികളുടെ മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള 5 കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ വിവിധ പരിശോധനകൾ ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ ഇപ്പോൾ രാജസ്ഥാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ സാഹചര്യം വിലയിരുത്തുകയും കൃത്യമായ നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പിന് നൽകുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ആശുപത്രികളിൽ നിന്നുള്ള വിദഗ്ധ സംഘങ്ങൾ ഇവിടേക്ക് എത്തുകയും കൂടുതൽ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ശക്തമായ പരിശോധനകൾ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഇതുകൂടാതെ തന്നെ നിരവധി കുട്ടികൾ ഇപ്പോഴും ചികിത്സയിലുണ്ട്. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും രാജസ്ഥാൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.